ഹായ് വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് NMM സ്കോളർഷിപ്പ് പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷാ വിജ്ഞാപനം 2024-25 നിങ്ങൾക്ക് ബാക്കിൽ സ്ക്രീനിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെയാണ് പറയുന്നത്, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ NMMS പരീക്ഷ നവംബർ മാസത്തിലാണ് നടക്കുന്നത്. നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്കറിയാം NMMS പരീക്ഷയ്ക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണ് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നുള്ളത്. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നുള്ളത് അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന ഈ വർഷം പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ പരീക്ഷ, ഈ സ്കോളർഷിപ്പ് പരീക്ഷ എഴുതാനുള്ള അവസരം. പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ NMMS പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കേരള പരീക്ഷാ ഭവൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള nmmc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ അപേക്ഷകൾ കൊടുക്കുന്നത്. ഈ മാസം 23 മുതൽ, അതായത് സെപ്റ്റംബർ 23 മുതലാണ് അപേക്ഷ കൊടുക്കേണ്ടുന്നത് ആരംഭിക്കുന്നത്. ദെൻ നമുക്കറിയാം അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 8ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയതിന് ശേഷം 9, 10, +1, +2 ക്ലാസ്സുകളിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. പ്രതിവർഷം ഓരോ വർഷം ആനുവലി 12,000 രൂപയാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷാ സമർപ്പണം മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. 23-ാം തീയതിയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഒക്ടോബർ 15-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഒക്ടോബർ 15-ാം തീയതിയാണ്. ദെൻ സ്കൂളിലെ അധ്യാപകരെ അത് വെരിഫൈ ചെയ്ത് സ്കൂൾ മേധാവി അത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ്, അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ കൊടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള സഹായം നിങ്ങളുടെ സ്കൂൾ നിങ്ങൾക്ക് ചെയ്തു തരും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അക്ഷയ വഴിയൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ പ്രിൻ്റ് അനുബന്ധ രേഖകളും മറ്റും സ്കൂൾ HMനാണ്, പ്രധാന അധ്യാപകനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെരിഫിക്കേഷന് കൊടുക്കേണ്ടത്. അവർ അതിൻ്റെ ഹാർഡ് കോപ്പിയൊന്നും നമുക്ക് പരീക്ഷാ ഭവനിലേക്കൊന്നും അയക്കേണ്ടതില്ല. വെരിഫിക്കേഷൻ 25-ാം തീയതിക്ക് മുമ്പായിട്ട് സ്കൂൾ മേധാവികൾ അത് പൂർത്തിയാക്കണം എന്നുള്ളത് പറയുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് 23-ാം തീയതി നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് ആരംഭിക്കും. ദെൻ 15-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത്. ഒക്ടോബർ 15-ആണ് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള യോഗ്യത എന്തൊക്കെയാണ്, അതിൻ്റെ എലിജിബിലിറ്റി എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, സംസ്ഥാനത്തെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ്, ഈ വർഷം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിനുള്ള യോഗ്യതയുള്ളത്. ദെൻ നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന റെസിഡൻഷ്യൽ സ്കൂളുകൾ, അതുപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയം, നവോദയ വിദ്യാലയം എന്നിവയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അർഹതയില്ല. അപ്പോൾ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന സാധാരണ സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇതിനുള്ള യോഗ്യതയുള്ളത്. അപ്പോൾ 7ാം ക്ലാസ്സിൽ അടുത്തൊരു ക്രൈറ്റീരിയ പറയുന്നത് 7ാം ക്ലാസ്സിലെ കഴിഞ്ഞ ആനുവൽ എക്സാമിന് 55% മാർക്ക് വേണമെന്ന് പറയുന്നുണ്ട്. അത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുമെന്നുള്ളതാണ്. SC ST വിദ്യാർത്ഥികൾക്ക് അതിന് മാർക്ക് റിലാക്സേഷൻ ഉണ്ട്, 50% മാർക്ക് മതി എന്നുള്ളതാണ്. ഓക്കെ, ദെൻ പിന്നെ പ്രധാനമായിട്ട് പറയുന്നത് രക്ഷിതാക്കളുടെ വരുമാനം വാർഷിക വരുമാനം 3.5 ലക്ഷത്തിൻ്റെ രൂപയിൽ അധികമാകാൻ പാടില്ല എന്നുള്ളതും. ഓക്കെ, അപ്പോൾ രക്ഷിതാവിൻ്റെ വാർഷിക വരുമാനം സംബന്ധിച്ചിട്ടുള്ള ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. ദെൻ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്നവർക്കാണ് യോഗ്യത. ഓക്കെ, തുടർന്നും 9, 10, +1, +2 പഠനം ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, ദെൻ അപേക്ഷിക്കുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള രേഖകൾ എന്തൊക്കെ വേണമെന്ന് നമുക്ക് അടുത്തായിട്ട് നോക്കേണ്ടത്. 3.5 ലക്ഷം രൂപയുടെ മുകളിലല്ല എന്നുള്ള, അല്ലെങ്കിൽ 3.5 ലക്ഷത്തിന് താഴെയാണ് നമ്മുടെ വരുമാനം എന്നുള്ള വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് PDF ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ SC ST വിദ്യാർത്ഥികളാണെന്നുവെച്ചെങ്കിൽ അവരുടെ
ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് SC/ST വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് മാത്രം ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ദെൻ 40% കുറയാത്ത ഭിന്നശേഷിക്കാർക്ക് അവർക്ക് പേഴ്സണൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡിൻ്റെ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. നമുക്കറിയാം പരീക്ഷ 90 മിനിറ്റാണ്. 2 പാർട്ടുകളാണ്, മെൻ്റൽ എബിലിറ്റി ആൻഡ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഓക്കെ, നമുക്കറിയാം മാനസിക ശേഷി പരിശോധിക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 90 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ, ദെൻ സാറ്റിലും 7-8 ക്ലാസ്സുകളിൽ ഭാഷേതര വിഷയങ്ങളായിട്ടുള്ള സോഷ്യൽ സയൻസ്, അടിസ്ഥാന ശാസ്ത്രം, അടിസ്ഥാന ഗണിതം. ഓക്കെ, ഇതിൽ നിന്നും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ 7-8 ക്ലാസ്സുകളാണ് നമ്മളോട് റെഫർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പരീക്ഷാ തീയതിയാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പരീക്ഷാ തീയതിയും സമയദൈർഘ്യം 16-ാം തീയതിയാണ്. നവംബർ 16-നാണ് പരീക്ഷ നടക്കുന്നത്. 16-ന് രാവിലെ, ശനിയാഴ്ച രാവിലെ മെൻ്റൽ എബിലിറ്റി 10 മണി മുതൽ 11:30 വരെയും, ദെൻ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3 മണി വരെയുമാണ്. ഓക്കെ, ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ഇനി 2 മാസം മാത്രമാണ് നമുക്ക് സമയമുള്ളത്. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട വിവരങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഇതിൻ്റെ അനുബന്ധത്തിൽ, അതായത് ഈ അനുബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ നമുക്ക് എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ഫോർമാറ്റ് PDF ഫോർമാറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഇതുമായി ബന്ധപ്പെട്ട എന്തുള്ള സംശയങ്ങൾക്കും നിങ്ങൾക്ക് ടേൺ ടു ലേണിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറായിട്ടുള്ള 95 62 654 789 എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ 23-ാം തീയതി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോക്ക് താഴെയായിട്ടോ അല്ലെങ്കിൽ പേഴ്സണലി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.